ഏത് അതിജീവിത എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത ടൈമിൽ അറസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. അറസ്റ്റ് നമുക്ക് പുത്തിരിയല്ല, കള്ളക്കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നാണ് പോലീസുകാർ ആദ്യം പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ ആരോപണം ഉന്നയിച്ചാണ് റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. റിനിക്ക് കൊടുത്ത എന്തെങ്കിലും ചാറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ? പകരം റിനി പറഞ്ഞു അത് പണ്ട് ടെലിഗ്രാമിൽ അയച്ചതാ, ഇപ്പൊ എന്റെ തെളിവൊന്നുമില്ല. റിനി എന്നെ എന്നിട്ട് എറണാകുളം അടക്കം വേദി പറഞ്ഞു എനിക്ക് അങ്ങനെ വലിയ ചാറ്റൊന്നും വന്നിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഈ മീഡിയ പ്രൊപ്പഗാൻഡ കൊണ്ട് കഴിഞ്ഞു. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി ഒരു പെൺകുട്ടി കൊടുത്തു. നമ്മുടെ നാട്ടിലും ലോകത്തിലും ഇതുവരെ ഡിജിറ്റലി റേപ്പ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നിവിൻ പോളി രക്ഷപ്പെട്ടു. അപ്പൊ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി അതിജീവിതയാണോ, ഇരയാണോ? നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ്, സിസ്റ്റമിക് ഫോൾട്ടുകളാണ്. അതായത് പ്രോസിക്യൂഷന് ജാമ്യഘട്ടത്തിൽ എന്ത് കള്ളവും പറയാം, ആരും ചോദ്യം ചെയ്യില്ല. ഇങ്ങനെ ശ്രീ ദിലീപിൻ്റെ കേസിൽ പോലീസ് വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, പോലീസ് ചെയ്തത് ക്രിമിനൽ കുറ്റമല്ലേ? വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. ദിലീപും പൾസർ സുനി ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ വ്യാജമായിട്ടുണ്ടാക്കി. എന്നിട്ട് പുറകിൽ നിൽക്കുന്നൊരു സെൽഫി ഫോട്ടോയിലെ ആള് പൾസർ സുനിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പോക്സോന്റെ ദുരുപയോഗം കൊണ്ട് 20 വർഷമൊക്കെ ജയിൽ കിട്ടിയെന്ന് പലരെയും കണ്ടു. ആരെയും കള്ളക്കേസിൽ ഈസി ആയിട്ട് കൊടുക്കാവുന്നൊരു സംവിധാനമാണ്. ഏതെങ്കിലും സ്ത്രീകൾ ഇത്തരത്തിൽ എന്തെങ്കിലും കുറ്റം ചെയ്താൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കും. ഷാരൻ എന്ന് പറയുന്ന ഒരു പയ്യനെ ഗ്രീഷ്മ വിഷം കൊടുത്തു കൊന്നു. KR മീര എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരി, KR മീര പറയുകയുണ്ടായി, ചില സമയത്തൊക്കെ അങ്ങനെ കഷായം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന്. KR മീരക്കെതിരെ ആരെങ്കിലും തെറ്റാണെന്നെങ്കിലും പറഞ്ഞു. നല്ല ഫെമിനിസ്റ്റുകളുണ്ട്, ഫെമിനിസ്റ്റുകളുണ്ട്. എനിക്ക് ഫെമിനിസ്റ്റുകളോട് വിയോജിപ്പാണ്, പക്ഷേ ബഹുമാന പുരസരം അവരോട് ഡിബേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഈ തീവ്ര ഫെമിനാസി, തീവ്ര ഫെമിനിറ്റി ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹത്തെ, കുടുംബത്തെ, സംവിധാനത്തെ എല്ലാം ഇല്ലാതാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നമസ്കാരം. നമ്മുടെ ഗസ്റ്റായിട്ട് ഇന്നുള്ളത് എൻ്റെ കൂടെ രാഹുൽ ഈശ്വറാണ്. വെൽക്കം. താങ്ക് യു ഐശ്വര്യ. ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത് എന്തായിരിക്കും എന്നൊരു ഊഹം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അറസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത ടൈമിൽ ചേട്ടൻ അത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? അറസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു? എനിക്ക് അറസ്റ്റ് നമുക്ക് പുത്തിരിയല്ല. ഞാൻ ആലങ്കാരികമായി പറയാറുണ്ട്, ശബരിമല കേസിൽ കുറെ പ്രാവശ്യം അറസ്റ്റ് ചെയ്തു, കുറെ പ്രാവശ്യം ജയിലിൽ കിടന്നു, അന്ന് പട്ടിണി കിടന്നു. പക്ഷെ പ്രശ്നം ഈ കള്ളക്കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. ഇപ്പം നിങ്ങളെല്ലാം പ്രത്യേകിച്ച് യൂട്യൂബ് രംഗത്തൊക്കെ വളരെ പ്രമുഖരായി നിൽക്കുന്നവരല്ലേ. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നാണ് പോലീസുകാർ ആദ്യം പറഞ്ഞത്. അതല്ല, വെറും ഒരു ഫോട്ടോ ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് പോലീസ് വേഗമായിട്ട് രൂപപ്പെട്ടു അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന്. ഏത് അതിജീവിത എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? ഇവര് പരാതിക്കാരിയാണ്. അതിജീവിത എന്ന് ഓൾറെഡി നമ്മൾ ബ്രാൻഡ് ചെയ്തു. ഇരയും പരാതിക്കാരിയും ഒന്നും, ഇരയും അതിജീവിതയൊന്നും അല്ല, പരാതിക്കാരി മാത്രമാണ്. നാളെ കോടതി ഈ കേസ് സത്യമാണെന്ന് കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ മാത്രമല്ല ഈ പെൺകുട്ടി അതിജീവിതയാകും. ഇപ്പൊ ഉദാഹരണം, ഉമ്മൻചാണ്ടി സാറിനെ കള്ളക്കേസിൽ വർഷങ്ങളോളം വേട്ടയാടി. ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ അതിജീവിതയാണോ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി ഒരു പെൺകുട്ടി കൊടുത്തു. നിവിൻ പോളി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കൊച്ചിയിലുണ്ടായിരുന്ന നിവിൻ പോളി ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കൊടുത്തു. നമ്മുടെ നാട്ടിലും ലോകത്തിലും ഇതുവരെ ഡിജിറ്റലി റേപ്പ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നിവിൻ പോളി രക്ഷപ്പെട്ടു. അപ്പൊ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി അതിജീവിതയാണോ, ഇരയാണോ? ഈ ഇര അതിജീവിത എന്നൊക്കെ പറയുന്നതിന് അതിൻ്റെതായ ഒരു സേക്രഡ്നെസ്സും സാങ്ക്ടിറ്റിയും ഉണ്ട്. യഥാർത്ഥത്തിൽ നല്ലവരായ പാവപ്പെട്ട പെൺകുട്ടികൾ ദുരിതം അനുഭവിക്കപ്പെടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇരയെന്നും അതിജീവിതയെന്നും ഒക്കെ പറയുന്നത്. പക്ഷേ ഈ കാണിക്കുന്ന വ്യാജ പരാതിക്കാരെ എല്ലാം അങ്ങനെ അതിജീവിത എന്ന് വിളിച്ചാൽ എങ്ങനെ ശരിയാവും? അവിടെയാണ് നമ്മുടെ നിയമം പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ ആഴത്തിൽ നോക്കുന്നില്ല. വളരെ പെരിഫറലായി, ഉപരിപ്ലവമായി നോക്കി കേവല സാങ്കേതികത്വത്തിന്റെ പേരിൽ ആണുങ്ങളെ കൊടുക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറാകാം, രാഹുൽ മാങ്കൂട്ടത്തിലാകാം, ദിലീപേട്ടനാകാം, ഞാനാകാം, അല്ലെങ്കിൽ നിവിൻ പോളി ആകാം, വേറൊരാളാകാം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മളുടെ സഹോദരൻ, നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം വീട്ടില് നമ്മൾ പണ്ട് പറയായിരുന്നു, നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേടാ. ഇപ്പം തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ്, നിന്റെ വീട്ടിലൊന്നും എന്റെ അച്ഛനും ആങ്ങളമാരും ഇല്ലേടാ എന്നല്ലെങ്കിൽ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവരെ ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നു. ഇത് കൂടുതലും ഇപ്പം ഈ പറഞ്ഞ വ്യാജ പരാതി ആണെങ്കിൽ പോലും അതിന്റെ ജെനുവിനിറ്റി പോലും അന്വേഷിക്കാതെ ആമ്പിള്ളേരെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പക്ഷെ നമ്മളിപ്പോ എത്ര സംസാരിച്ചാലും അതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. അത് മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ഐശ്വര്യ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക്, നവമാധ്യമ ഡിജിറ്റൽ മാധ്യമ രംഗത്ത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നവർക്ക് ഇത് നിയമസഭയിലെ 246 നമ്പർ ബില്ലായി കേരള സംസ്ഥാന
പുരുഷ കമ്മീഷൻ ബിൽ MLA എൽദോസിന്റെ ബില്ലാണ്. ഞാനത് പൊതുജനങ്ങളുടെ സമക്ഷം നമ്മുടെ മീഡിയയ്ക്ക് വെക്കുകയാണ്. ഇതുപോലത്തുള്ള വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഉമ്മൻചാണ്ടി സാറിനും ദിലീപിനും രക്ഷയില്ലെങ്കിൽ നമുക്കൊക്കെ എന്ത് രക്ഷയാവുള്ളത്? കള്ളക്കേസിൽ ആരെയും പിടിച്ചകത്താക്കൂടെ? അപ്പോൾ ഇത് വ്യാജ പരാതികൾ മാത്രമല്ല, നമ്മുടെ ഷാറൂഖ് ഖാൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിനിമാ താരങ്ങളിലൊന്നാണ്. ഷാറൂഖ് ഖാന്റെ മകനായ ആര്യൻ ഖാനെ ഇതേപോലൊരു കള്ളക്കേസിൽ 26 ദിവസം ജയിലിലിട്ടു. എന്തിനാണ്? സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് പറയുന്ന നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു താരം ആത്മഹത്യ ചെയ്തു. അയാൾ കൊല്ലപ്പെട്ടതാണെന്ന് പറഞ്ഞ് 26 ദിവസം നമ്മുടെ റിയ ചക്രവർത്തി എന്ന് പറയുന്ന പുള്ളിയുടെ ഗേൾ ഫ്രണ്ടിനെ ജയിലിലിട്ടു. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ്, സിസ്റ്റമിക് ഫോൾട്ടുകളാണ്. അതായത് പ്രോസിക്യൂഷന് ജാമ്യഘട്ടത്തിൽ എന്ത് കള്ളവും പറയാം, ആരും ചോദ്യം ചെയ്യില്ല. ഇങ്ങനെ ദിലീപിൻ്റെ കേസിൽ പോലീസ് വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. അതാണ് DGP ആയിരുന്ന ശ്രീലേഖ മാഡം പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, പോലീസ് ചെയ്തത് ക്രിമിനൽ കുറ്റമല്ലേ? വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി, ദിലീപും പൾസർ സുനി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വ്യാജമായിട്ടുണ്ടാക്കി, എന്നിട്ട് പുറകിൽ നിൽക്കുന്ന ഒരു സെൽഫി ഫോട്ടോയിലെ ആള് പൾസർ സുനിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്തൊക്കെ കള്ളത്തരമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇതിനെതിരെ ഒരു പ്രതിരോധം വേണ്ടേ, പ്രതിഷേധം വേണ്ടേ? അതാണ് ഈ പുരുഷ കമ്മീഷൻ ബിൽ. അതുകൊണ്ട് ഞങ്ങളൊക്കെ എത്ര ദിവസം ജയിലിലിട്ടാലും, കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിലിലിട്ടപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം, ശബരിമല വിധിന്യായം, 5 അംഗ ബെഞ്ചിന്റെ ഒരു വിധിന്യായം തന്നെ മാറുകയുണ്ടായി. നമ്മൾ സത്യത്തിന് വേണ്ടിയാണ്, ന്യായത്തിനും നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ഇപ്പൊ തന്നെ നമുക്കിപ്പം അതിജീവിതം, അതായത് ദിലീപേട്ടന്റെ കേസിൽ നോക്കിയാലും ഈ പറയുന്ന പോലെ കുറ്റവാളികൾക്കൊക്കെ ശിക്ഷയൊക്കെ വിധിച്ചിട്ട് വന്നിട്ട് പോലും എല്ലാവരും പറയുന്നത് അവർക്ക് വേണ്ട നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ്. ഈ കേസിൽ ദിലീപേട്ടന്റെ ഇത് റെഫറൻസ് ഉള്ള കേസിൽ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ആ നടി, അഭിനേത്രി, കലാകാരി അവർ അതിജീവിതം തന്നെയാണ്. കാര്യം അവരെ പൾസർ സുനി ദ്രോഹിച്ചു നമുക്ക് ഇന്ന് തെളിവുണ്ട്. പക്ഷേ ദിലീപേട്ടന് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല. ദിലീപേട്ടന് ബന്ധമില്ലെന്നൊരു കോടതി വന്നിട്ട് പോലും ദിലീപേട്ടനെ വേട്ടയാടാനാണ് ചില മാധ്യമങ്ങൾക്ക് ഇന്നും താല്പര്യം. അത് മാധ്യമങ്ങളുടെ ജാള്യത മറച്ചു വെക്കാൻ കൂടിയാണ്. നമ്പിനാരായണന്റെ ഒരു കേസുണ്ട്, അത് റോക്കറ്ററി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്പിനാരായണൻ, ഞാനൊക്കെ കുറച്ചുകൂടെ യങ് ആയിരിക്കുമ്പോൾ ഉള്ള കേസാണ്. നമ്പിനാരായണനെ ഇതുപോലെ ഇന്ത്യയുടെ ചാരരഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയെന്ന നിറം പിടിപ്പിച്ച കഥകൾ വെച്ച് നമ്പിനാരായണൻ 50 ദിവസത്തോളം ജയിലിൽ കിടന്നു. എന്തിനാണ്? ഒരു കാര്യമില്ലാതെയാണ്. എന്നിട്ട് മാലി സുന്ദരിമാർ വഴി പാകിസ്ഥാനിലേക്ക് ചാരരഹസ്യം കടത്തി എന്നൊക്കെ കഥയുണ്ടാക്കി പാവപ്പെട്ട ആ മനുഷ്യനെ, ഇന്ത്യ കണ്ട വലിയൊരു ശാസ്ത്രജ്ഞനെ ഇതേപോലെ കള്ളക്കേസിൽ കുടുക്കി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കള്ളക്കേസുകൾക്ക് സ്കോപ്പ് നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ട്. അത് നമുക്ക് ഇല്ലാതാക്കണം. അത് മാധ്യമങ്ങൾ മനസ്സിലാക്കി. അത് എങ്ങനെയാണ്? ഈ റൺ ബേബി റൺ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ബിജു മേനോൻ, മോഹൻലാൽ, അമലാപ്പളുടെ ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട സിനിമയാണ്. അതിൽ ബിജു മേനോൻ പറയുന്ന കൗതുകമുള്ളൊരു കാര്യമുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നം ആവാതിരിക്കാൻ ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് വന്നാൽ ആണെന്നുമല്ല അല്ലെന്നുമല്ല, ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പലരും പറയുന്നുണ്ടത്രേ. അതായത് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ എന്ന് പറഞ്ഞാൽ പോലീസിന് ഫോട്ടോ കിട്ടിയെന്നോ കിട്ടിയില്ല എന്നോ പറയുന്നില്ല, ഒരു ഫോട്ടോ ഉണ്ടത്രേ. ഞങ്ങൾക്കത് അന്വേഷിക്കാൻ 4 ആഴ്ച വേണം, ദിലീപിന് 4 ആഴ്ച ജാമ്യം കൊടുക്കരുത്. കോടതി പറയും ഓക്കെ 2 ആഴ്ച നീ ജയിലിൽ കിടന്നു. ഇങ്ങനത്തെ കള്ളത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നമ്മുടെ ജുഡീഷ്യറി, കോടതികൾ, ജഡ്ജിമാർ കുറെ കൂടെ ശക്തമായി പോലീസും പ്രോസിക്യൂഷനും പറയുന്ന കള്ളത്തരങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാർക്ക് എന്താ പറയണേ, പോസിറ്റീവായി അവർക്ക് നിലപാടെടുക്കാൻ കോടതികൾക്ക് കഴിയണം. ഈ ഒരു ജയില് അറസ്റ്റിലായി ജയിലിലായി ആ ഒരു സമയത്ത് വേണ്ടായിരുന്നു എന്നൊരു റിഗ്രറ്റ്. നേരെ തിരിച്ച് ജയിലിൽ പോയപ്പോൾ ജയിലിൽ കിടക്കുന്ന പല ആൾക്കാർക്കും ഈ പോക്സോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നേരെയുള്ള പീഡനം തടയാനുള്ള നിയമമാണ്, അതിന്റെ ദുരുപയോഗം കൊണ്ട് 20 വർഷമൊക്കെ ജയിൽ കിട്ടിയെന്ന് പലരെയും കണ്ടു. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായി ഇതിന്റെ കൂടുതൽ ആവശ്യമുണ്ട്. പല പോലീസുകാരും 95% പോലീസുകാരും നമുക്ക് സപ്പോർട്ടാണ്. കാര്യം നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ബാക്കി ആരെക്കാട്ടിയും പോലീസുകാർക്ക് അറിയാം. അപ്പോൾ പോലീസുകാർ ഒരുപാട് ഈ വിഷയത്തിൽ സപ്പോർട്ടാണ്. പക്ഷെ അവർ പറഞ്ഞ് നമുക്ക് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, രഹസ്യമായിട്ട് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. മതി സാർ, നമ്മളിത് അറിഞ്ഞിരുന്നാൽ മതി. ആരെയും കള്ളക്കേസിൽ ഈസി ആയിട്ട് കൊടുക്കാവുന്നൊരു സംവിധാനമാണിത്. അതായത് വസ്തുതർക്കം വന്നു, വഴിത്തർക്കം വന്നു, ഓഫീസിൽ തർക്കം വന്നു, പോക്സോ, വ്യാജ പരാതി ഈസി ആയിട്ട് ഇത് കൊടുക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ എത്ര പേർക്കെതിരെ കള്ളപ്പരാതി? സിദ്ദിഖ് സാർ, സിനിമാടൻ സിദ്ദിഖ് സാറിനെതിരെ വന്നു, ഇടവേള ബാബുചേട്ടനെതിരെ വന്നു, വിജയബാബുവിനെതിരെ വന്നു, ഒമർ ലുലുവിനെതിരെ വന്നു, മരിച്ചുപോയ മാമുക്കോയെ പോലും വെറുതെ വിട്ടില്ല. ബാലേന്ദ്ര മേനോൻ സാറിന് 71 വയസ്സായി. ഈ സമയത്ത് പുള്ളിക്ക് ഒരു വ്യാജ പരാതി കൊടുത്ത് എന്ത് കഷ്ടമാണ്. 71 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും മുതിർന്നതായി ആദരിക്കേണ്ട പ്രായമാണ്. ഒരു നാണവും മാനവും ഇല്ലാതെ പല ആൾക്കാരും കള്ളപ്പരാതി കൊടുത്തു. ഇവർക്ക് എന്താ ചിലവ്? ഒരു ചിലവുമില്ല. വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ എഴുതിയാൽ മറുഭാഗത്ത് പുരുഷൻ അനുഭവിക്കേണ്ടി വരുന്നു. സിദ്ദിഖ് സാറിനൊക്കെ സുപ്രീം കോടതിയിൽ 3-4 പ്രാവശ്യം പോയിട്ടാണ് ജാമ്യം കിട്ടിയതും അനുകൂല പരാമർശങ്ങൾ കിട്ടിയതും.
30-35 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ചിലവായി കാണും. സിദ്ദിഖ് സാറിന്റെ മകനും കുടുംബത്തിനും ഒക്കെ ജീവിക്കേണ്ട കാശല്ലേ, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട കാശല്ലേ. സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഈ വ്യാജ പരാതികൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ കേഴ്സാണ്, ശാപമാണ്. അതിനെതിരെ നിലപാടുകൾ വേണം. കാര്യം നാളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളോടും പറയുകയാണ്, നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ സുഹൃത്തും നിങ്ങളുടെ സഹോദരനും നിങ്ങളുടെ ഭർത്താവും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി കലത്തിൽ മാത്രമാണ്. ഇതാണ്. ഇനി രണ്ട് നേരെ തിരിച്ച് ഏതെങ്കിലും സ്ത്രീകൾ ഇത്തരത്തിൽ എന്തെങ്കിലും കുറ്റം ചെയ്താൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കും. ഉദാഹരണം, നമ്മുടെ ഷാരൻ എന്ന് പറയുന്ന ഒരു പയ്യനെ ഗ്രീഷ്മ വിഷം കൊടുത്തു കൊന്നു. KR മീര എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരി, KR മീര പറയുകയുണ്ടായി, ചില സമയത്തൊക്കെ അങ്ങനെ കഷായം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന്. KR മീരയ്ക്കെതിരെ ആരെങ്കിലും തെറ്റാണെന്നെങ്കിലും പറഞ്ഞു. ഞാൻ നാളെ തിരിച്ചൊരു പുരുഷ ആക്ടിവിസ്റ്റാണ് രാഹുൽ ഈശ്വർ. ഞാൻ പറയുകയാണ്, ഇതേപോലെ ഒരു പുരുഷൻ സ്ത്രീക്ക് വിഷം കൊടുത്ത് കൊന്നു എന്നിരിക്കട്ടെ, ഞാൻ TV വന്ന് നിങ്ങളുടെ ചാനലിൽ വന്ന് ന്യായീകരിക്കുകയാണ്, ചില സമയത്ത് അങ്ങനെ വിഷം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യണം. പക്ഷേ KR മീര പറഞ്ഞത് തെറ്റാന്ന് പോലും പറയാൻ ഇവിടെ ആരുടെയും നാവ് പൊങ്ങാത്തതിൻ്റെ കാരണം ഒരു തീവ്ര ഫെമിനിസ്റ്റ് സിസ്റ്റത്തിലാണ് ഈ കാര്യം നിൽക്കുന്നത്. അവിടെയാണ് നല്ല ഫെമിനിസ്റ്റുകളുണ്ട്, ഫെമിനാസികളുണ്ട്, നല്ല ഫെമിനിസ്റ്റുകളുണ്ട്, ഫെമിനിച്ചികളുണ്ട്. ഇതേപോലെ തിരിച്ച് നല്ല പുരുഷന്മാരും പുരുഷ ആക്ടിവിസ്റ്റുകളും ഉണ്ട്, മെയിൽ ഷോവനിസ്റ്റുകളും ഉണ്ട്. MCP എന്നൊക്കെ പറയുന്ന മെയിൽ ഷോവനിസ്റ്റിക് പിഗ് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് വിളിക്കും. രണ്ട് ഭാഗത്തും തീവ്രത വേണ്ട. എനിക്ക് ഫെമിനിസ്റ്റുകളോട് വിയോജിപ്പാണ്, പക്ഷേ ബഹുമാന പുരസരം അവരോട് ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ തീവ്ര ഫെമിനാസി, തീവ്ര ഫെമിനിച്ചി ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹത്തെ, കുടുംബത്തെ, സംവിധാനത്തെ എല്ലാം ഇല്ലാതാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട്. അപ്പം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതെ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ തെളിവ് സഹിതമാണ് വരുന്നത്, ഇദ്ദേഹം ചാറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്തു. ഐശ്വര്യ ചോദിച്ച കൗതുകമുള്ള കാര്യം പറയാം. നമുക്ക് കേസ് ബൈ കേസ് എടുത്തു പോവാം. രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യ ആരോപണം ഉന്നയിച്ചാണ് റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. റിനിക്ക് കൊടുത്ത എന്തെങ്കിലും ചാറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പകരം റിനി പറഞ്ഞു അത് പണ്ട് ടെലിഗ്രാമിൽ അയച്ചതാണ്, ഇപ്പം എൻ്റെ തെളിവൊന്നുമില്ല. റിനി എന്നെ എന്നിട്ട് എറണാകുളം അടക്കം വേദി പറഞ്ഞു, എനിക്കങ്ങനെ വലിയ ചാറ്റൊന്നും വന്നിട്ടില്ല, പക്ഷേ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്. അതിനുശേഷം ഹണി ഭാസ്കർ എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നു. അവർക്ക് അടുത്ത് അവർ ശ്രീലങ്കയിൽ എന്തോ പോയപ്പോൾ എന്താ ഹാപ്പി ശ്രീലങ്ക എന്നോ അല്ലെങ്കിൽ ഹാപ്പി ജേണി എന്നോ എന്ന് പറഞ്ഞൊരു മെസ്സേജാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഈ മീഡിയ പ്രൊപ്പഗാൻഡ കൊണ്ട് കഴിഞ്ഞു. ഈ രണ്ട് റിയൽ കേസ് എടുക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം വന്ന കേസ്, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ബാംഗ്ലൂരിൽ നിന്ന് പുതിയൊരു പീഡന പരാതി വന്നു. അതിൽ കോടതി സംശയം രേഖപ്പെടുത്തി. ഇൻഇഫക്റ്റ് രാഹുൽ ഈശ്വർ പറഞ്ഞതെല്ലാം ശരിയാണല്ലേ വന്നത്. ശ്രീ ദിലീപേട്ടൻ്റെ കേസ്, ഞാൻ മാത്രമായിരുന്നു ആദ്യം ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്തത് 7-8 വർഷങ്ങളായിട്ട്. ശ്രീ ദിലീപേട്ടൻ്റെ കേസിൽ അവസാനം എന്തായി? ഇതിന്റെ കാര്യമേ ഒരു മെറിറ്റുമില്ല, വെറും തെള്ളും ഗ്യാസുമാണ് ഈ സോക്കോൾഡ് സ്ത്രീപക്ഷവാദികൾ പറയുന്നത്. അവർക്ക് ഒരു വേട്ടയാടാൻ ഒരു പുരുഷനെ വേണം. ആ പുരുഷന്റെ പുറത്ത് അവരുടെ മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ തീർക്കാൻ ഇവരൊരു വളഞ്ഞ വഴി ചെയ്യുകയാണ്. നാളെ എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നൊരു പോലീസുകാരനെതിരെ പോലും കള്ളക്കേസ് വന്നാൽ ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സുഹൃത്തുക്കളൊന്നുമല്ല, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നവരാണ്. TV-യിൽ ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ ഏഷ്യാനെറ്റിലെ ശ്രീ വിനുവിന്റെ ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അതിൽ ഒന്നുമല്ല, ഒരു കൂടി വന്നാൽ 4-5 മാസം, ഈ വിഷയം നടക്കുന്നതിന് 1-1.5 മാസം മുമ്പാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ TV-യിൽ, അതായത് ലൈവ് ഏഷ്യാനെറ്റിലെ ടെലിവിഷൻ ചർച്ചയിൽ പറയുകയാണ്, നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയാണ് വിഷം, സൗത്ത് ഇന്ത്യയിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണ് എന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ തിരിച്ചു അടികൂടി. ഞങ്ങൾ രണ്ടും മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിലുണ്ടായിരുന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്നൊക്കെയാണ്. ഞാനതിനെ അടികൂടി. പുള്ളി നെഹ്റുവിയനാണ്, ഞാൻ ഗാന്ധിയനാണ്, അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഗാന്ധിയൻ ലൈനിൽ പോകുന്ന ആളാണ്. പക്ഷേ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കള്ളക്കേസാണ് കൊടുക്കാൻ പറ്റുക? നമ്മുടെ അരുൺ, ഡോക്ടർ അരുൺ, ഏറ്റവും പ്രഗത്ഭനായ മീഡിയ രംഗത്ത് നിങ്ങളുടെ മീഡിയയിൽ നിന്ന് പേര് പറഞ്ഞാൽ കുഴപ്പമില്ലെന്നുള്ള അസംഷനിലാണ് പറയണ്ടേ, ഡോക്ടർ അരുൺ, റിപ്പോർട്ടറിലെ ഡോക്ടർ, പുള്ളിക്കെതിരെ ഒരു വ്യാജ ബോക്സ്. പുള്ളി ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. പുള്ളിയുടെ നല്ല ജേർണലിസ്റ്റായ ഷാബാസ്, മിടുക്കനാണ്. ഷാബാസ് ഒരു പെൺകുട്ടിയോട് ഒരു തമാശ പറഞ്ഞു. അടുത്ത ദിവസം അരുൺ തമാശയ്ക്ക് ഷാബാസിനോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകണ്ട കേട്ടോ, നമ്മള് TC ചെയ്യൂലേ, നമ്മള് ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവർ ഇതൊക്കെ അറിഞ്ഞല്ലേ വരുന്നു. ഇതുകൊണ്ട് അരുണിനെതിരെ പോക്സു. ആ പെൺകുട്ടിക്ക് പ്രശ്നമല്ല, ആ പെൺകുട്ടിയുടെ അച്ഛന് പ്രശ്നമല്ല, ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പ്രശ്നമല്ല, ആ വീട്ടുകാർക്ക് പ്രശ്നമല്ല, കൂട്ടുകാർക്ക് പ്രശ്നമല്ല, സ്കൂളിന് പ്രശ്നമല്ല. ഈ നാട്ടിൽ കാണുന്ന ഒരുത്തനാണോ പ്രശ്നമുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതി ഒന്നും എന്ന് പറഞ്ഞില്ലേ? ആ പരാതിയുടെ പ്രകൃതം എന്താ അറിയോ? തേർഡ് പാർട്ടി പരാതികളാണ്. അതെന്താ തേർഡ് പാർട്ടി പരാതി? A-B-യെ ഉപദ്രവിച്ചു എന്ന് C കൊണ്ട് പരാതി കൊടുക്കൂ. എന്തൊരു കള്ളത്തരമാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നുള്ളതാണ്. A-B-യെ ഉപദ്രവിച്ചു എന്ന് C വന്ന് പരാതി കൊടുക്കുകയാണ്. ചുമ്മാ ചെയ്യുകയാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുകയാണ്, മീഡിയ അറ്റൻഷന് വേണ്ടി ചെയ്യുകയാണ്, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി, മെരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി ചെയ്യുകയാണ്.
ഇപ്പൊ അവസാനം കോടതി വിധി ഞാൻ പറഞ്ഞ പോലെ തന്നെ തമാശ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ജാമ്യവും ഞാൻ അറസ്റ്റ് പോയി. അത് വേറൊരു കാര്യം. ഞാൻ 5ാമത്തെ പ്രതിയായിരുന്നു. പോലീസ് എനിക്ക് നോട്ടീസ് തന്നില്ല. പോലീസ് നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു. എന്നിട്ട് നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കോടതിയിൽ കള്ളം എഴുതിയും കൊടുത്തു. കള്ളം പറയാൻ ആൾക്കാർക്ക് ഒരു മടിയില്ല. അങ്ങനെ കള്ളം പറഞ്ഞാൽ നമ്മുടെ രാജ്യം നശിക്കും. കാര്യം അതാണ് ഗാന്ധിജിയൊക്കെ പറയുന്നത്, സത്യമേവ ജയതേ. അതാണ് നമ്മുടെ കോടതികളുടെ വെളിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് പോലീസും പ്രോസിക്യൂഷനും, ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് കോടതിയിലാണ്. ഈ ഉണ്ടത്രേ കള്ളങ്ങൾ പറഞ്ഞാൽ മതി. കള്ളത്തേക്കാൾ അപകടമാണ് അർത്ഥസത്യം. കാര്യം സത്യം പോലെ ഇരിക്കുകയും ചെയ്യും, എന്നാൽ കള്ളത്തിനേക്കാൾ ദോഷവുമാണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് അർത്ഥസത്യങ്ങൾ നമ്മുടെ പോലീസ്, കേരളത്തിൽ മാത്രമൊന്നുമല്ല, നോർത്ത് ഇന്ത്യയിലെ ചില മീഡിയാസ്, നമ്മുടെ ശശി തരൂർ വിശ്വപൗരനാണ്, നമ്മുടെ അഭിമാനമാണ് ശശി തരൂർ. ശശി തരൂർ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ ചില ചാനലുകൾ ഭയങ്കര ക്യാമ്പയിനായിരുന്നു. ഞാനന്ന് ശക്തമായി ശശി തരൂർ സാറിനെ ഡിഫെൻഡ് ചെയ്ത് അവരെ പേഴ്സണലി എനിക്കറിയാം. അവരുടെ ഫസ്റ്റ് ഇതേപോലുള്ള ജോയിന്റ് ഇന്റർവ്യൂ എനിക്കാണ് കിട്ടിയത്. ഞാൻ അതിൽ ശശി തരൂർ സാറിനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കുന്നുണ്ട്. ശശി തരൂർ സാറിന്റെ അന്നത്തെ നമ്മുടെ റിംഗ് ടോൺ ഉണ്ടല്ലോ, അഗർത്തും മിൽജാവു എന്ന പാട്ടായിരുന്നു. എനിക്കത് ഭയങ്കര കൗതുകമായി തോന്നി. അതായത് ന്യൂജൻ പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ് ഈ മനുഷ്യന്റെ റിംഗ് ടോൺ ആയിട്ടുള്ളത്. അവരുടെ ജോയിന്റ് ഇന്റർവ്യൂ എനിക്ക് അന്ന് ഇപ്പോഴും അത് കിടപ്പുണ്ട്. ശശി തരൂർ കാര്യമായിട്ടൊരു ക്യാമ്പയിൻ. ആരെ പറ്റിക്കാനാണ്? എല്ലാവരെയും കുറിച്ചും കള്ളം പറയുന്ന ഒരു അവസ്ഥ മാറണം. സത്യം പറഞ്ഞ് നമ്മൾ പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ഇതിന് ശേഷം, അതായത് ചേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടില്ല. ഞങ്ങൾ ഇനി മനസ്സിലാക്കാനാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ സൗഹൃദമൊന്നുമില്ല. ഇനിയും ചാനലുണ്ടെങ്കിലും അടിയായിരിക്കും. പക്ഷെ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, രാഹുൽ എൻ്റെ സുഹൃത്തായതുകൊണ്ടല്ല ഞാൻ രാഹുലിനെ ഡിഫെൻഡ് ചെയ്തത്. രാഹുലിന്റെ കേസ് വ്യാജമാണ്. എന്ത് ചെയ്യാൻ പറ്റും? പരസ്പര സമ്മതത്തോടു കൂടി 2 വ്യക്തികൾ ബന്ധപ്പെടുകയാണെങ്കിൽ അത് റേപ്പെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ലെന്ന് കോടതിയും പറഞ്ഞല്ലോ. ആ കേസുകൾ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ വ്യാജ പരാതി ആയിരുന്നില്ലേ അത്? അപ്പം എന്താ ഇവർ പോലീസ് ചെയ്യുന്നതെന്ന് അറിയാമോ? വാരി എറിയും, എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യുമെന്ന് വരും. 5-6 വകുപ്പുകളൊക്കെ അങ്ങ് ചേർത്തിട്ടിരിക്കും. ഇനി അടുത്ത കാലത്ത് ഇനി നമ്മുടെ സ്ഥിരം നടക്കുന്ന വേറൊരു വലിയ തട്ടിപ്പാണ്, ഫോണിൽ നഗ്ന ചിത്രങ്ങൾ എടുത്തു അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത്. അത് എന്തിനാണ് പറയണമെന്ന് അറിയാമോ? അങ്ങനെ ആകുമ്പം പെൺകുട്ടിയുടെ കാലതാമസം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാനായി അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കുന്ന കള്ളമാണ്. അതായത് പുരുഷൻ തൻ്റെ അവരുടെ നഗ്ന ചിത്രങ്ങൾ ഫോണിലെടുത്തു എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പം മറുഭാഗത്തെ അഡ്വക്കേറ്റ് ചോദിക്കുക, ആ ഫോൺ എവിടെ? അവനത് നശിപ്പിച്ചു. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അവനത് നശിപ്പിച്ചു. അപ്പൊ ആ തെളിവ് നശിപ്പിച്ചു എന്ന് പുതിയൊരു കേസും കൂടിയിടാം. ആരെ പറ്റിക്കാനാണ് നമ്മളിങ്ങനെ കേസ് കിടത്തുന്നത്? എല്ലാവരെയും കുറിച്ചും കള്ളം പറയുന്ന അവസ്ഥ. ഇത് ഞാൻ ഒരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയും. മുകേഷ് ഏട്ടനെതിരെ വന്ന കേസ് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടി. മുകേഷ് ഏട്ടനെതിരെ ഇതേപോലൊരു സ്ത്രീ ഉണ്ടെന്ന് കേസ് കൊടുത്തു. ഞാൻ മുകേഷ് ഏട്ടനോട് സംസാരിച്ചു. മുകേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഒരു സ്ത്രീ വിളിച്ചിട്ട്, ആ അവസ്ഥ നമുക്കാവുന്നതെന്ന് ആലോചിച്ച് നോക്കുക. മുകേഷ് ഏട്ടനെ ഒരു സ്ത്രീ വിളിക്കുന്നു. സ്ത്രീ വിളിച്ചിട്ട് പറയുന്നു, മുകേഷ് ഏട്ടാ, ഞാൻ ഇന്നയാളാണ്, എനിക്ക് 10 ലക്ഷം രൂപ വേണം. മുകേഷ് ഏട്ടൻ ചോദിച്ചാൽ, ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് തരുന്നത്? എൻ്റെ മോക്ക് പഠിക്കണം. 10 ലക്ഷം 1 ലക്ഷം എത്ര എമൗണ്ട്? അപ്പം മുകേഷ് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് തരുന്നത്? നിങ്ങളെ തന്നില്ലെങ്കിൽ നിങ്ങളുടെ പേര് ഞാൻ വ്യാജ പരാതി കൊടുക്കും. എന്തൊരവസ്ഥയാണ്! അവരുടെ കുട്ടിക്ക് പഠിക്കാൻ വേണമായിരിക്കും, ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷെ അതിന് വേറൊരാളുടെ കാശ് മൂട്ടിച്ചാണോ പിടിക്കുന്നത്? ഇങ്ങനെ എത്ര പേർക്കെതിരെ കള്ളക്കേസ് വന്നു. ആ സ്ത്രീ എന്നിട്ട് അവസാനം ഒരു പോക്സോ മറ്റും കേസിൽ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആർക്കെതിരെയും വ്യാജ പരാതി കൊടുക്കുക. ശ്രീ സിദ്ദിഖിനെതിരെ പരാതി എന്താ? ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടി എഴുതുകയാണ്, 14 പേര് എന്നെ പീഡിപ്പിച്ചു. ചുമ്മാ എഴുതിയാൽ പോലെ, എന്തെങ്കിലും തെളിവ് വേണം. ഇത് ആർക്കെതിരെയും ചെയ്തുകൂടെ? ഇങ്ങനെയാണ് ഇത് ഏറ്റവും ഇതിന്റെ അബ്സേർഡ് അല്ലെങ്കിൽ വിഡ്ഢിത്തരമായ കേസാണ് ജിതേന്ദ്ര എന്ന ഹിന്ദി സിനിമാ നടനെതിരെ നോർത്ത് ഇന്ത്യയിൽ വന്നത്. ഒരു സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തു. 48 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റ് ചെയ്തു. 48 വർഷം എന്ന് പറഞ്ഞാൽ 1/2 നൂറ്റാണ്ടായി. 2 വർഷം കൂടെ കഴിഞ്ഞാൽ 1/2 നൂറ്റാണ്ട്, 50 വർഷം മുമ്പോട്ടാണ്. എങ്ങനെ ഇത് തെളിയിക്കാതിരിക്കുകയോ ചെയ്യും? ഈ കള്ളപ്പരാതികൾക്ക് ഒരു അവസാനം വേണ്ടേ? എത്ര പേരുടെ ജീവിതം ഇത് കാരണം ഇല്ലാതാവും? ഇനി ജീവിതം ഇല്ലാതായി ജയിലിന്റെ വെളിയിൽ നിൽക്കുന്നവരുണ്ട്, ജീവിതം ഇല്ലാതായി ജയിലിനകത്ത് കിടക്കുന്നവരുണ്ട്. 20, 22, 21 വയസ്സായ പിള്ളേർക്കൊക്കെ പോക്സോ കേസിൽ 20 വർഷമൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേ ഇവരുടെ വീട്ടുകാർ ഉപേക്ഷിക്കും, നാട്ടുകാർ ഉപേക്ഷിക്കും, കൂട്ടുകാർ ഉപേക്ഷിക്കും, ജയിലിൽ കിടന്ന് ജീവിതം പോകും. അപ്പൊ അങ്ങനെ 2-3 ഒരു സാറിന്റെ ഒക്കെ കേസ് കിട്ടുകയാണ്. വിശ്വനാഥൻ എന്തോണ് പേര്. ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിൽ ഇടുക്കിയിലുള്ള 3 എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ 6 പെൺകുട്ടികൾ ചേർന്ന് ഒരു സാറിനെതിരെ കേസ് കൊടുത്തു. എന്താ പ്രശ്നം എന്നറിയാവോ? ഈ പെൺകുട്ടികൾ കോപ്പി അടിച്ച സാറ് പിടിച്ചു. കോപ്പി അടിച്ച സാറ് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇയാൾ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. 11-12 വർഷം കേസ് നടത്തി ഈ മനുഷ്യനെ അവസാനം തെളിയിച്ചു ഇയാൾ നിരപരാധിയാണ്. ശരിക്കും അയാൾ എന്ത് വിചാരിക്കണമായിരുന്നു? ഇവരെങ്ങനെങ്കിലും പോട്ടെ, കോപ്പി അടിക്കട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. എത്ര പേര് ഇതേപോലെ ജീവിതം നഷ്ടപ്പെടും. ഇപ്പം ആലങ്കാരികമായി പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്റർടൈൻമെന്റ് സ്പേസിൽ കൂടെ നിൽക്കുന്ന ആളല്ലോ,
സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളി, ലൂസിഫറായ മോഹൻലാലായ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലും ജയിലിലിടാൻ ഒരു പെൺകുട്ടിയുടെ വ്യാജ പരാതി മതി. പിന്നാണോ നമ്മൾ ബാക്കിയുള്ളവർ? സാക്ഷാൽ ലൂസിഫറായ അബ്രഹാം ഖുറേഷി അബ്രഹാമായ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലും അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ ഈ വ്യാജ പരാതി മതി എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതെ, ഇതിന് ശേഷം, അതായത് ജയിൽ മോചിതനായതിനു ശേഷം ദീപ ചേച്ചി എന്താ ആദ്യം പറഞ്ഞത്? അയ്യോ, ദീപയുടെ അമ്മയൊക്കെ കാര്യമായിട്ട് പേടിച്ചു. ഈ 16 ദിവസം കടന്നു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത് എൻ്റെ മകൻ പറഞ്ഞ ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു മൂഡ് ഓഫ് ആവും, നമ്മുടെ മൂഡ് പോകും. ഒരു കാര്യമില്ല, ജയിലിൽ കിടക്കുകയാണെന്ന്, ജാമ്യം കിട്ടുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും. അപ്പോൾ എൻ്റെ മോൻ, ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ എൻ്റെ മോൻ യാഗ് എന്നാണ് പേര്, പാച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അവൻ എൻ്റെ ജയിലിൽ വന്നൊരു മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിൽ വന്നൊരു കാര്യം പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം അതാ. അവൻ വന്ന് പറഞ്ഞു, അവൻ സ്കൂളിൽ പഠിക്കുക, അവൻ്റെ സോഷ്യൽ സയൻസ് ടീച്ചർ അവനോട് വന്ന് പറഞ്ഞു എന്ന്, അതായത് അവനോടൊന്നല്ല, ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു എന്ന്, വെൻ ബാഡ് തിങ്സ് ഹാപ്പൻ ടു പീപ്പിൾ അറൗണ്ട് യു, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്യണം, യാഗിൻ്റെ അച്ഛനെ പോലെ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണിതെന്ന്. നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ അനീതിയോട് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രതികരിക്കുക? നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രതികരിക്കുക? എത്ര പേർ, ഇപ്പം നമ്മുടെ കുട്ടിക്കൽ ജയേന്ദ്രൻ സിനിമാ താരം 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഫാമിലി ഒരു ഇഷ്യൂ ആണ്. അവരുടെ ഫാമിലിയിൽ പരസ്പരം തമ്മിത്തല്ലും പ്രശ്നമാണ്. കുട്ടിക്കൽ ജയേന്ദ്രൻ പോക്സോ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. 6.5 മാസം ആ മനുഷ്യൻ ഒളിവിൽ കിടന്നു. എന്നിട്ട് സുപ്രീം കോടതിയിൽ നിന്നാണ് 10-12 ലക്ഷമോ അല്ലെങ്കിൽ 10-15 ലക്ഷം രൂപ ചിലവായി. കുട്ടികളുടെ വൈഫ് സെറീനയാണ് യഥാർത്ഥത്തിൽ ആ കേസിലെ ഹീറോ. കാര്യം അവർ നിന്ന് ഫൈറ്റ് ചെയ്തു. ഞാനപ്പം ദീപയോടും പറഞ്ഞു, നീയും സെറീനയൊക്കെ, ദീപയും സെറീനയും ഒക്കെ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഹീറോസ്. അവർ അതിശക്തമായി ഫൈറ്റ് ചെയ്ത് ഈ വിഷയം വെളിയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആ ഹസ്ബൻഡുകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തു. ഒരു കാര്യവുമില്ല, വെറും വ്യാജ പരാതി ആരെയും ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയും. വെറുതെ ഒരു മൊഴി മതി. പോലീസുകാരപ്പം എന്ത് ചെയ്യുന്നറിയോ? ഈ പോലീസുകാരുടെയും കൂടെ ഗതികേട് നിങ്ങൾ അറിയണം. പോലീസുകാർ നല്ലൊരു ശതമാനം കേസും കള്ളക്കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ എഴുതുന്നത്. അവരെന്ത് പറയാന്നറിയോ? ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ, നിങ്ങൾ മേളിൽ പോയി ജാമ്യം മേടിച്ചു. കീഴ്ക്കോടതികൾ എന്ത് പറയും? ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ, നിങ്ങൾ മേളിൽ പോയി ജാമ്യം മേടിച്ചു. അങ്ങനെ മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഇത് ഈ കേസ് മാത്രമൊന്നുമില്ല കേട്ടോ, സ്ത്രീപീഡന കേസ് മാത്രമൊന്നുമല്ല. സിദ്ദിഖാപ്പിനെ പോലുള്ളവർ 1.5 വർഷം ജയിലിൽ കിടന്നു. ഒരു കാര്യമില്ല. സിദ്ദിഖാപ്പിന് ഒരു തെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത ഉമർ ഖാലിദിന്റെ കാര്യമാണ്. ചുമ്മാ ജയിലിലിടാൻ നമ്മൾ, അല്ലെങ്കിൽ സഞ്ജീവ് ഭട്ടിന്റെ കാര്യമുണ്ട്. സഞ്ജീവ് ഭട്ടിന്റെ രാഷ്ട്രീയം എൻ്റെ നേരെ എതിരുള്ള രാഷ്ട്രീയമാണ്. പക്ഷേ എന്തിനാണ് 25-30 വർഷം മുമ്പുള്ളൊരു കേസിൽ ഇന്ന് അയാളെ അറസ്റ്റ് ചെയ്തത്? എന്തെങ്കിലും ടെക്നിക്കാലിറ്റി എവിടെയും എല്ലാവർക്കും കിട്ടും. പക്ഷേ കള്ളക്കേസിൽ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ആരെയും കൊടുക്കാൻ കഴിയുന്ന ദുരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ആ അവസ്ഥ മാറണം. ഇപ്പം ചേട്ടൻ ഇത് പറഞ്ഞത്, അതായത് ഇപ്പം ചേട്ടന് ഓൾറെഡി അവരുടെ നിലപാടിനോട് എതിർപ്പുണ്ടെങ്കിൽ പോലും അവർക്കൊരു മോശം സംഭവിക്കുന്നത് കാണുമ്പോൾ എന്തായാലും ചേട്ടനെ എതിർക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഈ ഒരു കഴിഞ്ഞ സംഭവം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതിന് പേരിൽ അദ്ദേഹത്തിന് വല്ല കുറ്റാരോപിതന് പോലും കിട്ടാത്ത ശിക്ഷയാണ് ചേട്ടൻ അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു നിമിഷമെങ്കിലും തോന്നിയില്ല എന്തിനാണ് ഞാനത് ചെയ്യുന്നത്? ലാർജർലി നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക, ഞാൻ എൻ്റെ ആലങ്കാരികമായിട്ട് പറയാം, ഞാനത് ചാരിറ്റി ആയിട്ടും പൊതുജന സേവനമായിട്ടും മാത്രം, അല്ലെങ്കിൽ ചാരിറ്റിയോ പൊതുജന സേവനമോ അല്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല. എൻ്റെ വീട്ടിൽ 2 ആൺമക്കളാണ് വളർന്നു വരുന്നത്. നാളെ അവർക്കും +1 +2 ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം അഫെയറും ഒക്കെ കാണും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം ഉണ്ടായിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ അഫെയർ കാണും, ഇഷ്ടം കാണും, താല്പര്യം കാണും, അട്രാക്ഷൻ കാണും, ഇൻഫാക്ച്വേഷൻ കാണും, ക്രഷ് കാണും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായി കാണൂലേ? ഇതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു കള്ളക്കേസ് കൊടുത്താലും ഇതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്കപ്സ് ഉണ്ടായി കാണൂല. എനിക്കറിയില്ല, ഇത് കാണുന്നവരെല്ലാം ശ്രീരാമനും മറ്റേ ഹരിചന്ദ്രനാണെന്നൊന്നും എനിക്കറിയില്ല. ബ്രേക്കപ്പ് ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവും, ചിലപ്പം ദേഷ്യം ഉണ്ടാവും, അടിച്ചു പിരിയും, ഇതൊക്കെ ഉണ്ടാവില്ലേ? അതിന്റെ പേരിൽ ഒരു പെൺകുട്ടി നാളെ അവനെതിരെയോ അല്ലെങ്കിൽ എനിക്കെതിരെയോ അല്ലെങ്കിൽ വേറെ ആർക്കെതിരെയോ കള്ളക്കേസ് കൊടുത്താലും, ഇന്ന് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങളൊന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എന്ന് പറഞ്ഞാല് ആരെയും കുടുക്കിക്കൂടെ? ഇനി അടുത്തൊരു അപകടം വരുന്നുണ്ട്. ഞാൻ ശശി തരൂരിന്റെ വലിയ ഫാനാണ്. പക്ഷേ ശശി തരൂർ സാർ ഇപ്പോൾ ചെയ്തൊരു വലിയ ദ്രോഹമാണ്. ശശി തരൂർ സാർ മാരിറ്റൽ റേപ്പ് ബിൽ എന്ന് പറഞ്ഞൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് കല്യാണത്തിനുള്ളിലും ഹസ്ബൻഡ് റേപ്പ് ചെയ്തു എന്ന് വൈഫിന് പരാതി കൊടുക്കുന്ന അവസ്ഥയാണ്. ഇപ്പം 10 വർഷത്തിന് മുമ്പ് ഹസ്ബൻഡ് എന്നെ റേപ്പ് ചെയ്തു എന്നൊരു സ്ത്രീ പരാതി കൊടുത്താൽ റേപ്പ് ചെയ്തില്ല എന്ന് എങ്ങനെ തെളിയിക്കും? അവിടെയാണ് ശശി തരൂർ സാർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മുടെ ക്രിസ്ത്യൻ സഭകൾ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് വിവാഹപൂർവ്വ വിദ്യാഭ്യാസം, മാരിറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യും. 3 ദിവസത്തെ നിർബന്ധിത ക്ലാസ്സാണ്. ഇതുപോലുള്ള സാധനങ്ങൾ ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ബാക്കി പൊതുസമൂഹത്തിലെ ആൾക്കാർ കൊണ്ടുവരണം. അങ്ങനെ പോസിബിളും ക്രിയേറ്റീവുമായ സൊല്യൂഷൻ കൊണ്ടുവരുന്നതിന് പകരം നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ വകുപ്പ് ഉണ്ടാക്കി വെക്കുന്നത് ആത്യന്തികമായി
അഡ്വക്കേറ്റ്സിന് തിന്നു കൊഴുക്കാനും തടിച്ചു വീർക്കാനും ഉള്ള ഒരു വഴി മാത്രമേ ആവുള്ളൂ. കാര്യം നമ്മൾ അറസ്റ്റിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പ്രത്യേകിച്ച് സാധാരണക്കാർ ജയിലിൽ പോയ എന്തോ വലിയ നാണക്കേടാണ്. പരമാവധി ഇവരെ അഡ്വക്കേറ്റ്സ് ഊറ്റി ജീവിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പം പറ്റുന്നത്. ഇതിനൊരു ഈ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ഇപ്പോൾ രാജ്യസഭയിൽ പുരുഷ കമ്മീഷൻ ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർ ആ ബില്ല് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും വേണം.